എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. പ്രിയ കുടുംബാംഗങ്ങളെ, ഈ കർക്കിടക മാസമാകുമ്പോൾ നമ്മുടെ വീടുകളിൽ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത നിരവധി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പറയുന്നത് കർക്കിടക മാസമാകുന്ന ദിവസം മുതൽ നമ്മുടെ ഭവനങ്ങളിലും നമ്മുടെ ജീവിതത്തിലും നിർബന്ധമായും അനുഷ്ഠിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഒരു 14 കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഓരോ കാര്യവും നമ്മൾ ജീവിതത്തിൽ കൃത്യമായിട്ട് ഈ കർക്കിടക മാസം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം വളരെയേറെ ധന്യമാകും. യഥാർത്ഥത്തിൽ നമ്മൾ ജീവിക്കുന്നതിൽ എന്തിനാ? സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, ആനന്ദത്തിന് വേണ്ടിയിട്ടാണ്. അതിനാണ് ഈ കഷ്ടപ്പാടുകൾ മുഴുവൻ പെടുന്നത്. അപ്പോൾ ഈ ആനന്ദം നമുക്ക് കൃത്യമായിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ, സന്തോഷം നിറഞ്ഞ ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ കർക്കിടക മാസത്തിൽ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു തുടങ്ങണം. കർക്കിടക മാസം എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് ഒരു ദുരിതമാസമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിൽ മറ്റെല്ലാവരും അതിനെ വളരെ ശ്രേഷ്ഠമായിട്ടൊരു മാസമായിട്ടാണ് കണക്കാക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏകദേശം ഒരു 10-30 വർഷത്തിനിപ്പുറമായിട്ട് കർക്കിടകമാകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നിരവധി സജ്ജനങ്ങൾ ഉള്ളൊരു നാടായി മാറി കേരളം എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർക്കിടകത്തിൽ നിർബന്ധമായും ചെയ്യേണ്ടുന്ന ഒരു 14 കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ പറയുന്ന 14 കാര്യങ്ങളും നിങ്ങൾ പൂർണ്ണമായിട്ടും കേൾക്കുക, ശ്രദ്ധയോടുകൂടി കേൾക്കുക. കാരണം ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. എല്ലാ കുടുംബാംഗങ്ങളും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ആദ്യത്തെ ചിലപ്പോൾ 1-2 കാര്യം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, പക്ഷേ തുടർന്ന് അങ്ങോട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമായതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ട് അത് കേൾക്കാൻ വേണ്ടി തയ്യാറാവണം. ഈ 14 കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഒരു 4 കാര്യമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാൽ, വേണ്ട ഒന്നെങ്കിലും ചെയ്യാൻ പറ്റിയാൽ അത് തന്നെയായിരിക്കും ഏറ്റവും നല്ലത്. പറ്റുമെങ്കിൽ 14 ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കർക്കിടക മാസം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ശിവോതി ഒരുക്കുക എന്ന് പറയുന്നത്. ഈ ശിവോതി ഒരുക്കുന്നതിനെ കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തതുകൊണ്ട് ആ ഒരുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ വിവരിക്കുന്നില്ല. എന്നാൽ അത് നമ്മൾ ചെയ്യുന്നത് നന്നായിരിക്കും. എന്താണ് ശിവോതി എന്ന് പറഞ്ഞാൽ ശിവോതി അല്ലായിരിക്കും, നമ്മൾ പറഞ്ഞു ശിവോതി ആയതാ. ശ്രീ ഭഗവതിക്ക് ഒരുക്കുക, ഇതാണ് അതിൻ്റെ ശരിയായ പേര്. എന്ന് വെച്ചാൽ ഈ കർക്കിടകത്തിൽ ദുർഘടമാണ്, ബുദ്ധിമുട്ടാണ്, ദാരിദ്ര്യമുണ്ടാകും, രോഗങ്ങളുണ്ടാകും, കഷ്ടപ്പാടുകളുണ്ടാകും, മാനസികമായ പ്രയാസങ്ങളുണ്ടാകും, പട്ടിണി ഉണ്ടാകും, ഇതൊക്കെ നമ്മൾ പറയുന്നല്ലോ. അപ്പോൾ ആ പട്ടിണിക്കും ദാരിദ്ര്യത്തിനും രോഗത്തിനും കാരണമാകുന്നത് നമ്മൾക്ക് തന്നെ അറിയാം, മൂദേവി എന്ന് പറയുന്ന ദേവിയുടെ സാന്നിധ്യമാണ്. എന്താ ഈ മൂദേവി എന്ന് പറഞ്ഞാൽ, പോസിറ്റീവിനെ മഹാലക്ഷ്മിയായിട്ടും നെഗറ്റീവിനെ മൂദേവിയായിട്ടാണ് കണക്കാക്കുന്നത്. ഈ മഴ പെയ്യുന്ന സമയത്ത് നമുക്കറിയാം, മിഥുനമാസത്തിൽ തന്നെ നല്ല ശക്തമായ മഴയുണ്ടാവും. ഈ മഴ പെയ്യുമ്പോഴെന്താവും, വീടുകളിൽ രോഗാണുക്കൾ നല്ലതുപോലെ വന്ന് വഹിക്കും. മാത്രമല്ല പലതരത്തിലുള്ള ഇഴജന്തുക്കളും പ്രാണികളും അങ്ങനെ ആ ഈർപ്പം തളം കെട്ടിക്കിടക്കുന്ന അന്തരീക്ഷവും ഒക്കെ തന്നെ പെട്ടെന്ന് രോഗം പടരാനിടവരും. ആ അന്തരീക്ഷം തന്നെ നമ്മളെ നിരുത്സാഹപ്പെടുത്തും. ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മടിയന്മാരായിട്ടും അലസന്മാരായിട്ടും നമ്മൾ ഇരുത്താനുള്ള ഒരിതാണെന്നർത്ഥം. അവിടെയാണല്ലോ മടിയന്മാരും അലസന്മാരും രോഗവും ദാരിദ്ര്യവും എവിടെയാണോ ഉള്ളത് അവിടെ മൂദേവി ഉണ്ട് എന്ന് വേണം നമ്മൾ സങ്കല്പിക്കാൻ. അപ്പോൾ എന്ത് വേണം? ഈ മൂദേവിയെ നമ്മുടെ വീട്ടിൽ നിന്നും പുറത്താക്കണം. അതാണ് നമ്മൾ സംക്രമനാളിലോ അല്ലെങ്കിൽ കർക്കിടകത്തിൻ്റെ സംക്രമനാളത്തിന് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ എപ്പോഴാണോ ശ്രദ്ധയിൽപ്പെടുന്നത് ആ ശ്രദ്ധയിൽപ്പെടുന്ന സമയത്ത് തന്നെ അടിച്ച് തുടച്ച് വൃത്തിയാക്കി വീടിന് വെളിയിലേക്ക് മൂദേവിയെ അങ്ങോട്ട് മാറ്റി. എന്നിട്ടോ സാക്ഷാൽ ഭഗവതി എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കുടിയിരിക്കുന്നു എന്നുള്ള അന്തരീക്ഷത്തിൽ ചിന്തയോടുകൂടി അവിടെ നമ്മൾ ശുദ്ധമായ അന്തരീക്ഷം ഉണ്ടാക്കും. അടിച്ച് തെളിച്ച് തുടച്ച് വൃത്തിയാക്കി അവിടെ നിലവിളക്ക് കൊളുത്തി ആ ഭഗവതിക്ക് നമുക്ക് പ്രിയപ്പെട്ട വസ്തുക്കളെല്ലാം ഒരുക്കി വെച്ച് ആ ഭഗവതിയുടെ മുന്നിലിരുന്ന് വേണം നമ്മൾ നാമം ജപിക്കാൻ. എല്ലാ ദിവസവും പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് ആ ഭഗവതിക്ക് നമ്മൾ എന്തെങ്കിലും തരത്തിൽ സേവ ചെയ്യുക. ആ ഭഗവതിക്ക് എന്തെങ്കിലും നമ്മൾ തയ്യാറാക്കി വെക്കുക. ഇതിനൊക്കെ വിശദമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇങ്ങനെ ചെയ്യുന്ന അവസരത്തിലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ നിന്ന് രോഗാണുക്കൾ അങ്ങോട്ട് മാറിപ്പോകും. മാത്രമല്ല നമ്മൾക്കുള്ളിലുള്ള മടിയും അലസതയും ഒക്കെ അങ്ങോട്ട് മാറി നിൽക്കും. നമ്മളൊരു ചിട്ടയുള്ള പുതിയൊരു മനുഷ്യനായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഭഗവതിക്കൊരുക്കുക എന്നുള്ള ശിവോതിക്ക് വെക്കുക എന്ന് പറയുന്ന ചടങ്ങ്.
അത് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെല്ലാം ചെയ്താൽ ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും. അത് തുടർന്ന് എപ്പോഴും ചെയ്യാൻ പറ്റുമെങ്കിലോ അതിനേക്കാളേറെ ഒരു സന്തോഷം നിങ്ങൾക്ക് വേറെ ഉണ്ടാകില്ല. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്താണെന്നറിയോ, ഈ കർക്കിടക മാസമാകുമ്പോൾ നമ്മൾ പൊതുവെ മഴ വരുമ്പോൾ നല്ലതുപോലെ ചുരുണ്ട് കിടക്കും. ചില ആൾക്കാർ എസ് ആകൃതിയിലുണ്ടാവും, യു ആകൃതിയിലുണ്ടാവും, കന്യാകുമാരിയിൽ കയ്യും ചുരുട്ടി ഇങ്ങനെ വെച്ചിട്ട് ഒരു കിടത്തം നല്ല സുഖമാണ്. ആ കിടത്തത്തിന് ഭക്ഷണവും വേണ്ട, വെള്ളവും വേണ്ട, മൂത്രം ഒഴിക്കാൻ മുട്ടിയാൽ പോലും നമ്മൾ എഴുന്നേക്കില്ല, ഇങ്ങനെ കടിച്ച് പൊടിച്ചാടെ എഴുതിയിരിക്കും. അസഹ്യമായിട്ട് ഇപ്പം പോയി പോകുമെന്ന് ഘട്ടത്തിലേക്ക് ചിലപ്പോൾ എഴുന്നേറ്റ് പോവാം. അപ്പോൾ യഥാവിധി കർക്കിടകത്തിൽ പരമാവധി നേരത്തെ എഴുന്നേൽക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. നേരത്തെ എഴുന്നേൽക്കുന്നിടത്ത് ആരോഗ്യമുണ്ടാകുമെന്നാണ് പറയുന്നത്, രോഗങ്ങൾ മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കർക്കിടക മാസമാകുമ്പോൾ അമിതമായി കിടന്നുറങ്ങുന്നത്, പകലായാലും വേണ്ടില്ല പുലർച്ചെയായാലും വേണ്ടില്ല, അമിതമായി കിടന്നുറങ്ങുന്നത് വേണ്ട എന്ന് വെക്കുക. അതും നമ്മുടെ വീടിൻ്റെ ഐശ്വര്യത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും ഉപകാരപ്രദമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വീടുകളിൽ രാമായണം പാരായണം ചെയ്യുക. വീടുകളിൽ രാമായണം പാരായണം ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും രാവിലെ തന്നെ ചെയ്താൽ ഉത്തമം. എന്ന് വെച്ചാൽ രാവിലെ തന്നെ വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു പോസിറ്റീവ് അന്തരീക്ഷം ഉണ്ടാകും, നമ്മൾക്കും ഒരു അന്തരീക്ഷം ഉണ്ടാകും. ഈ ഭഗവതിക്കെല്ലാം ഒരുക്കിയെല്ലാം തയ്യാറായതിനു ശേഷം വേണ്ട ഒരു 4 വരി അല്ലെങ്കിൽ ഒരു പേജ് രാവിലെ വായിക്കുക. പിന്നീട് നിങ്ങൾ സൗകര്യം പോലെ ബാക്കി ഭാഗം വായിക്കുക. തുടക്കം രാവിലെ കുളി കഴിഞ്ഞ ഉടനെ ഒരു പേജ് വായിക്കുക. പിന്നീട് നിങ്ങൾ എത്ര വെച്ചാൽ പകൽ സൗകര്യം പോലെ രാത്രി എപ്പോഴും വെച്ചാൽ ബാക്കി ഭാഗം വായിക്കുക. വായിക്കുന്ന അവസരത്തിൽ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് വായിക്കുമ്പോഴാണ് അതിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാവുക. മാത്രവുമല്ല രാമായണം വായിക്കുമ്പോൾ മറ്റുള്ള എല്ലാവരും കുറേശ്ശെ വായിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ആ ഒരു ശീലം നമ്മുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മുടെ ഭവനം ശ്രീ ഭഗവതിക്ക് വേണ്ടി തയ്യാറാകുന്നു. വീടിനുള്ളിൽ രാമമയമായി തീരാനും ഇത് ഉപകരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. നാലാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതും ഞാൻ നേരത്തെ പറഞ്ഞതിനോട് അടുപ്പിച്ച് വരികയാണ്. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, എന്നാൽ പലരും ചെയ്യാത്തൊരു കാര്യമാണ്. അതാത് ദിവസങ്ങളിൽ നമ്മൾ ധരിക്കുന്ന വസ്ത്രമുണ്ട്. ഈ വസ്ത്രങ്ങൾ അതാത് ദിവസം തന്നെ കഴുകിയിടാൻ വേണ്ടി ശ്രമിക്കുക. ഇതിനൊരുപടി കാര്യങ്ങളുണ്ട്. കാരണം നമ്മൾ ചില ആൾക്കാർ ഒരാഴ്ചയിൽ ഒന്നിച്ച് നമ്മൾ വസ്ത്രങ്ങളെല്ലാം കുന്നുപോലെ കൂട്ടിയിട്ടിട്ട് ഒന്നിച്ച് കഴുകിയിടും. ഒന്നിച്ച് കഴുകിയിട്ട് കഴിഞ്ഞാൽ ഇത്രയും തുണിയും ഒന്നിച്ചിടാനുള്ള സൗകര്യം നമുക്ക് വേണം. രണ്ടാമതൊരു കാര്യം വെച്ചാൽ മഴക്കാലത്ത് തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല. ഉണങ്ങി കിട്ടാതിരിക്കുമ്പോഴെന്താവും, നമുക്ക് ഇടാൻ വസ്ത്രമില്ലാത്തൊരവസ്ഥയാവും. അപ്പം നനഞ്ഞ തുണി നമ്മൾ ചിലപ്പോൾ ഇടേണ്ടതായി വരും. അത് നമ്മൾക്ക് ഈ തണുപ്പിന് നനഞ്ഞ തുണിയും കൂടി ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് രോഗവും ഗ്യാസും ഉദരസംബന്ധമായ അസുഖവും ഒക്കെ നമുക്ക് ഉണ്ടാവാനിടയുണ്ട്. അത് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന മുഷിഞ്ഞ വസ്ത്രങ്ങൾ കുന്നുപോലെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് രോഗാണുക്കൾ നമ്മൾ അവിടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ രോഗാണുക്കൾ വരുന്നത് മാത്രമല്ല അത് നമ്മളിലേക്കും ബാധിക്കുന്നു. മാത്രം നമുക്ക് വസ്ത്രം ധരിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. അതാത് ദിവസം നമ്മൾ ഉണങ്ങാനിട്ട് കഴിഞ്ഞാൽ കുറച്ചേ വസ്ത്രം ഉണ്ടാവില്ലും, അത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക് ഉണങ്ങി കിട്ടും. അപ്പോൾ കുറേശ്ശെ ആകുമ്പം നമുക്ക് അയയിൽ ഇഷ്ടംപോലെ വസ്ത്രം ഇടാനുള്ള സൗകര്യം ഉണ്ടാകും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഭൗതികമായ കാര്യം നമ്മൾ മാനസികമായി ദ്രോഹിക്കുമെന്നുള്ളത് കൊണ്ട് ഈ ഒരു കാര്യം, നാലാമത്തെ ഈ കാര്യവും നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അഞ്ചാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഔഷധ സേവ ചെയ്യണം എന്നുള്ളതാണ്. ഔഷധ സേവ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ പ്രസവം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ അവർ മഴക്കാല ലേഹ്യം എന്ന് പറയുന്ന ലേഹ്യമുണ്ട്. അത് പരമാവധി നമ്മൾ കണ്ണൂർ, കാസർഗോഡ് ഭാഗങ്ങളിലെല്ലാം, കോഴിക്കോട് ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലൊക്കെ ഈ മഴയോടനുബന്ധിച്ച് അവർ ഉണ്ടാക്കിയിട്ടത് കഴിക്കും. ഉൾശക്തിക്ക് വളരെ ഗുണകരമാണ്. ഇത് മാത്രമല്ല, ഉൾശക്തിക്ക് ഭയങ്കര ഗുണമാണെന്ന് മാത്രമല്ല, ഈ അവസരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവയവങ്ങളിലൊക്കെ കുറച്ച് ലൂസാകും. എന്ന് വെച്ചാൽ ബലക്ഷയം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ അതിന് നല്ലപോലെ ഫലം ഉണ്ടാക്കാനും, അതുപോലെ തന്നെ ഊരവേദന, നടുവേദന എന്നൊക്കെ പറഞ്ഞല്ലേ, അതിനൊക്കെ വളരെ നല്ലതാണ്. പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. അല്ലാത്ത ആൾക്കാർ 35 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നല്ലതുപോലെ ഇത് കഴിക്കുന്നത് ഒരു 4-5 കിലോ കഴിക്കുന്നത് ഉത്തമമാണ് എന്നർത്ഥം. ഇവിടെയൊക്കെ 4-5 കിലോ ഒക്കെ ആൾക്കാർ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്, ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. പല ആൾക്കാരും ആവശ്യപ്പെട്ടതിനനുസരിച്ച് നമ്മുടെ ആധ്യാത്മിക സ്റ്റോറിലൂടെ തന്നെ ഇത് വിൽപ്പന ചെയ്യുന്നുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ആധ്യാത്മിക സ്റ്റോറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാകും. അപ്പോൾ ഈ പറയുന്ന ഔഷധ സേവ ഈ ലേഹ്യം മാത്രമല്ല, വയറിളക്ക നമുക്ക് ഈ സമയത്ത്,
കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെറുതെ ഇരിക്കുന്നതാണ്, ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചപ്പോഴും ദഹനം വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മളെന്താ വെച്ചാൽ ഈ വയറിളക്കിയിട്ട് വയറ് ശുദ്ധമാക്കാനും നമുക്ക് ഉപകരിക്കും. അത് വളരെ നല്ലതാട്ടോ ഈ വയറിളക്കുന്നത്. അപ്പോൾ ഔഷധ സേവ അതിനുശേഷം വേണം ഔഷധം സേവിക്കാൻ നടത്താം, എന്നാലേ നമ്മുടെ ശരീരത്തിന് ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ വയറിളക്കി ഔഷധം സേവിക്കാം. ഈ ഔഷധം എന്ന് പറഞ്ഞാൽ പലതരത്തിൽ ഔഷധങ്ങളുണ്ട്. നമ്മളറിയാം ഔഷധ കഞ്ഞി ഉണ്ടാക്കും, കർക്കിടക കഞ്ഞിക്കൂട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള സാധനങ്ങളുണ്ട്. നമ്മൾ നന്നങ്ങാടി എന്നൊക്കെ പറയുന്ന പലതരത്തിലുള്ള ഔഷധങ്ങളുണ്ട്. ഇതൊക്കെ സേവിക്കാനുള്ളൊരു സമയമാണ്. ഈ സമയത്ത് സേവിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതുപോലെ അത് ഉപകരിക്കും എന്നുള്ളത് കൊണ്ട് ഔഷധ സേവ നമ്മൾ നിർബന്ധമായിട്ടും നമ്മളത് കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക, അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആറാമത്തെ കാര്യം എന്താ വെച്ചാൽ എണ്ണ തേച്ച് കുളിക്കുക എന്നുള്ളതാണ്. എണ്ണ തേച്ചിട്ട് എന്തിനാണ് കുളിക്കുന്നു നോക്കും അല്ലേ? നമ്മൾ ആലോചിച്ചൊക്കെ ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു, അതിന് ഡെയിലി നമ്മൾ എണ്ണയിടും, എന്നാലേ കൃത്യമായിട്ട് അത് വർക്ക് ചെയ്യും. അല്ല മറ്റെന്തെങ്കിലും മെഷീൻ ആണെങ്കിലും അതിന് നമ്മൾ എണ്ണയിടും. മറിച്ച് നമ്മളുടെ ശരീരത്തിലുള്ള ഈ എല്ലുകൾക്കും ശരീരത്തിനും തൊലിക്കും എല്ലാത്തിനും ഗുണം വേണ്ടിയിട്ട് നിശ്ചിത കാലാവുമ്പോൾ ഗ്യാരണ്ടി കുറഞ്ഞു വരികയായിരുന്നു നമ്മുടെ ശരീരത്തിൻ്റെ. അപ്പോൾ അതിന് ഫലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുക. നല്ല പ്രായമുള്ള ആൾക്കാരാണെങ്കിൽ കൊട്ടൻ ചുക്കാതി പോലെയുള്ള സാധനങ്ങൾ തേച്ച് കുളിക്കും, മഹാനാരായണ തൈലം എണ്ണ തേച്ച് കുളിക്കും. ഇനി എല്ലാവർക്കും കോമൺ ആയിട്ട് ഏത് പ്രായക്കാർക്കും തേച്ച് കുളിക്കാനുള്ളതാണ് മഹാധന്വന്തരം. ഈ മഹാധന്വന്തരം എന്ന് പറയുന്ന ഈ ഒരു കുഴമ്പാണ്. ആ കുഴമ്പ് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ട് തേച്ച് കുളിക്കണം. കാരണം അവരുടെ ശരീരത്തിന് ഫലം നൽകുന്ന ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ അവർക്ക് പ്രായം പ്രശ്നമല്ല, പ്രസവം കഴിഞ്ഞാൽ അവർ നിർബന്ധമായിട്ടും തേച്ച് കുളിക്കുക. അല്ലാത്ത സ്ത്രീകളാണെങ്കിൽ 35 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളും പുരുഷന്മാരും 35 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളും പുരുഷന്മാരും ഈ സമയത്ത് കർക്കിടകത്തിൽ അല്ലെങ്കിൽ നല്ലപോലെ മഴ പെയ്യുന്ന സമയത്ത് ആഴ്ചയിൽ ഒരു തവണ വെച്ചിട്ടെങ്കിലും ഇത് തേച്ച് കുളിക്കുന്നത് നല്ലതാണ്. ഇനി തേച്ച് കുളിക്കേണ്ട വിധം എന്ന് വെച്ചാൽ ഇത് ശരീരത്തിൽ കഴുത്തിന് താഴോട്ട് എല്ലാ സ്ഥലങ്ങളും ഒരു സ്ഥലം പോലും ഒഴിയാതെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം കുളിക്കുക. അതാണ് ഏറ്റവും പ്രധാനം. ഇത് കുളിക്കുന്ന അവസരത്തിൽ പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നറിയോ, ഇത് നമ്മൾ സോപ്പ് തേച്ച് കുളിക്കരുത് ഈ കുഴമ്പ് തേച്ച് കഴിഞ്ഞാൽ. കാരണം ഈ കുഴമ്പ് തേക്കുന്ന ഈ കുഴമ്പിൻ്റെ അംശം അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ രോമക്കുഴിയുടെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതാണ്. സോപ്പ് തേച്ച് കഴിഞ്ഞാൽ അതെല്ലാം അങ്ങോട്ട് പോവുകയും അതിൻ്റെ ഗുണം പോകും. അപ്പോൾ അതുകൊണ്ട് സോപ്പ് തേക്കരുത്. പകരം ഇഞ്ച എന്ന് പറയുന്ന സാധനം നമ്മുടെ മലബാർ ഭാഗങ്ങളിൽ അത്ത് എന്ന് പറയും, അതല്ലെങ്കിൽ അത് വാഗപ്പൊടി എന്ന് പറയുന്ന സാധനമുണ്ട്, ഈ വാഗപ്പൊടിയും ചേർത്ത് തേച്ച് കുളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു ഉണർവായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു കുളി നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കണം എന്നല്ല പറയുന്നത്, ഈ മരുന്ന് തേച്ച് കുളിക്കുമ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും അങ്ങനെ ചെയ്യണം എന്നാണ് ഞാനിവിടെ പറഞ്ഞു വന്നിട്ടുള്ളത്. അപ്പോൾ അതും നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഏറെ ഉന്മേഷം തരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഏഴാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ചെയ്യാത്തതാണ്. ഈ അവസരത്തിലാണ് നമുക്ക് മൂത്രാശയ സംബന്ധമായ അസുഖമൊക്കെ വരാൻ സാധ്യതയുണ്ട്, കിഡ്നി സ്റ്റോണൊക്കെ വരാൻ സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കൽ കുറയും, മഴക്കാലത്ത് ദാഹമുണ്ടാകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം പരമാവധി കുടിക്കാൻ ഈ ഒരു അവസരത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ നമുക്ക് ഉണ്ടാവാൻ ഇടയുണ്ട്. അതുകൊണ്ട് വെള്ളം, ശുദ്ധജലം നമ്മൾ പരമാവധി കുടിക്കുക. അതുപോലെ തന്നെ കഞ്ഞിയാണ് കുടിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം നല്ലപോലെ കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ലപോലെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം, മറന്നു പോകരുത്. അത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എട്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വ്യായാമം ചെയ്യണം ലളിതമായിട്ടും. കാരണം വെച്ചാൽ നമ്മൾ മടി പിടിച്ച് വെറുതെ ഇരിക്കാം. വേനൽക്കാലത്താകുമ്പോൾ നമ്മൾ വെറുതെ പുറത്തേക്ക് പോകും, പിന്നെ ടൗണിലേക്ക് പോകും, അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പല സ്ഥലത്തും പോകും. ജോലി സംബന്ധമായ കാര്യങ്ങളുണ്ട്, നമുക്ക് ജോലിക്ക് പോകേണ്ടി വരും. ഈ സമയത്ത് പൊരിച്ചെരിയുന്ന മഴയത്തും നമുക്കെന്തുണ്ടാവില്ല, ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചടഞ്ഞുകൂടിയിരിക്കും. അതും നമ്മൾക്ക് ഇല്ലാത്ത അസുഖങ്ങൾ ഉണ്ടാക്കും, ഇല്ലാത്ത ചിന്തകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ലഘു വ്യായാമങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് കുടുംബത്തോടൊപ്പം ഒന്നിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് പറയട്ടെ. 9ാമത്തെ കാര്യം എന്താണ് പറയുന്നത് വെച്ചാൽ മാനസിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇത് പ്രധാന ഘടകമാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ ചിലപ്പോൾ ശണ്ട കൂടും, ചിലപ്പോൾ ഒരു കാരണമില്ലാണ്ട്. കാരണം വെറുതെ ഇരിക്കുകയാണ്, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്തർക്കത്തിൽ ഏർപ്പെടും. ഇനി അതല്ലെങ്കിൽ വെറുതെ പലതും ചിന്തിച്ചുകൊണ്ടിരിക്കും. നമ്മൾ എൻ്റെ കാര്യം ഇങ്ങനെ ആയിപ്പോയല്ലോ, മക്കൾ അങ്ങനെയാണല്ലോ, അമ്മക്ക് ഇങ്ങനെയാണല്ലോ, അച്ഛൻ അങ്ങനെയാണല്ലോ, എൻ്റെ ജോലിയില്ല, കൂലിയില്ല, പട്ടിണിയാണല്ലോ, ദാരിദ്ര്യമാണല്ലോ, രോഗമാണല്ലോ എന്നെല്ലാം ചിന്തിച്ചിട്ട് പലതും ചിന്തകൾ നമ്മളെ കീഴടക്കും. അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ചിലപ്പോൾ നമ്മൾ ആത്മഹത്യയിലേക്ക് പോലും നമ്മളെ തള്ളിയിടും. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരത്തിൽ നമുക്ക് സമയത്തിനനുസരിച്ച് പരമാവധി പുസ്തകങ്ങൾ വായിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നത് നന്നായിരിക്കും. അപ്പോൾ രാമായണം വായിക്കൽ ഒരു നല്ലതാണ്.
ഇതല്ലാതെ തന്നെ പുസ്തകങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പുണ്യപുരാണ പുസ്തകങ്ങളോ അല്ലെങ്കിൽ നോവലുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വായിച്ച് നമ്മൾ അല്പസമയം നമ്മുടെ സമയം കണ്ടെത്തുക. അതോടൊപ്പം തന്നെ നമ്മൾ പാരായണം, നേരത്തെ പറഞ്ഞ പോലെ രാമായണം നമുക്ക് നല്ലപോലെ പാരായണം ചെയ്യാം. ഉയർന്ന ശബ്ദത്തിൽ പാരായണം ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ഇതെല്ലാം നമ്മൾ ഒരു നല്ലതുപോലെ ഏകീകരിക്കാനും ഏകാഗ്രത കിട്ടാനും അനാവശ്യ ചിന്തകളിൽ നിന്നും അകന്നു നിൽക്കാനും നമുക്ക് ഉപകരിക്കും എന്നർത്ഥം. അതുപോലെ തന്നെയാണ് പ്രധാനം ധ്യാനം. നമ്മൾ പ്രഭാതത്തിലാവാം, സന്ധ്യക്കാവാം, അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏതെങ്കിലും സമയത്ത് നമ്മൾ സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കാര്യത്തിൽ, എന്നൊക്കെ ഈശ്വരീയമായ കാര്യത്തിലോ രാമായണത്തിൻ്റെ കാര്യത്തിലോ ക്ഷേത്രീയമായ കാര്യത്തിലൊക്കെ ഒന്ന് ധ്യാനത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് കണ്ണടച്ചിരുന്നിട്ട് നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒന്നിൻ്റെ പുറകെ പോവുക. നമ്മൾ കുടുംബപരമായിട്ടും ആരാൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മൾ പോകുന്നതിന് പകരം നമ്മുടേതായ കാര്യത്തിൽ പോവുക. എങ്ങനെ ചെയ്യാം? നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്ഷേത്രത്തിൽ, കുടുംബക്ഷേത്രത്തിലോ ഗ്രാമക്ഷേത്രത്തിലോ എവിടെയെങ്കിലും പോയിട്ട് വരാം. വീട്ടിൽ നിന്ന് എഴുന്നേൽക്കുന്നു, കുളിച്ചതിന് ശേഷം നമ്മൾ പൂജാമുറിയിൽ പോകുന്നു, അവിടെ തൊഴുന്നു. അതിനുശേഷം വീട്ടിൽ നിന്ന് നമ്മൾ നടന്നിട്ടോ അല്ലെങ്കിൽ വാഹനത്തിലോ ക്ഷേത്രത്തിൽ പോകുന്നു. ക്ഷേത്രത്തിൻ്റെ പുറത്ത് പ്രദക്ഷിണം വെക്കുന്നു. പുറത്ത് പ്രദക്ഷിണം വെച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പ്രദക്ഷിണം വെക്കുന്നു. ഉള്ളിൽ പ്രദക്ഷിണം വെച്ച് ശ്രീകോവിലിന് മുമ്പിലെത്തുന്നു. അവിടെ പ്രസാദം വാങ്ങുന്നു. തിരിച്ച് പുറത്തേക്ക് വരുന്നു. വീട്ടിലേക്ക് എത്തുന്നത് വരെയുള്ള കാര്യം മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കുക. അതിനിടയിൽ വേറൊന്നും കടന്നു വരാത്ത വിധത്തിൽ അങ്ങനെ ചെയ്യുന്നത് അത് പിന്നീട് കൂട്ടിക്കൊണ്ടുവന്നാൽ നമ്മുടെ ധ്യാനം നല്ല ഗംഭീരമാകും. കാരണം ഇന്ന് ഒരു ക്ഷേത്രത്തിൽ പോയി നാളെ 2 ക്ഷേത്രത്തിലോ 3 ക്ഷേത്രത്തിൽ പോവുക, അതിൻ്റെ അടുത്ത് വീടുകളിൽ പോവുക, സുഹൃത്തുക്കളടുത്ത് പോവുക, അല്ലെങ്കിൽ മറ്റു രസകരമായി എന്തെങ്കിലും ഏർപ്പെടുക, അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന കാര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും നമ്മൾ ഒരു ദിവസത്തെ കാര്യങ്ങൾ ഓർത്ത് 10 മിനിറ്റ് 20 മിനിറ്റായി 30 മിനിറ്റായി 40 മിനിറ്റായി നമ്മളെ ധ്യാനത്തിൽ നമ്മളെ നിയന്ത്രിക്കുവാനുള്ള കഴിവും ദേഷ്യം വരുന്നതും ഒക്കെ ഇല്ലാതാക്കാൻ ഏറ്റവും ഉപകാരപ്രദമാണ് ധ്യാനം എന്നുള്ളത് കൊണ്ട് ഈ കർക്കിടകത്തിൽ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് അത് പരിശീലിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നർത്ഥം. 10ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ടും ക്ഷേത്ര ദർശനം നടത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. പക്ഷേ ശ്രദ്ധയോടുകൂടി ചെയ്യണം. ക്ഷേത്രത്തിൽ പോകണം, പക്ഷേ ശ്രദ്ധയോടുകൂടി പോകണം. നേരത്തെ നമ്മൾ മനസ്സുകൊണ്ട് പോയി, അപ്പോൾ പ്രശ്നമില്ല. പക്ഷേ അല്ലാത്ത സമയത്ത് നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നത് അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയുന്നത്. അതെന്തിനാ ശ്രദ്ധയോടുകൂടി ചെയ്യണമെന്ന് പറയാൻ കാരണം, ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധയോടുകൂടിയല്ലേ ചെയ്യുക. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഭഗവാനോടുള്ള ശ്രദ്ധയുണ്ട്, പക്ഷെ നിങ്ങളോട് നിങ്ങൾക്കൊരു ശ്രദ്ധ വേണം. എന്താണെന്ന് വെച്ചാൽ ഈ മഴക്കാലമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വീതികളിലൊക്കെ തന്നെ ആ പോകുന്ന വഴിയിലൊക്കെ നല്ലതുപോലെ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ പോകുന്ന വഴിക്കിലൊന്ന് വഴുക്കി വീണെന്നിരിക്കട്ടെ, പിന്നെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ മടിക്കും. നിങ്ങളുടെ കുട്ടികളോട് പറയും ഇനി ഇപ്പോൾ പോകേണ്ട, അവിടെ നല്ല വഴുക്കലാന്ന് പറയും. എന്നാൽ നമ്മൾ ശ്രദ്ധയോടുകൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ ഈ വഴുക്കൽ ശ്രദ്ധിച്ചുകൊണ്ട് പോവുക. പ്രദക്ഷിണം വെക്കുന്നിടത്ത് ഉള്ളിലായാലും പുറത്തായാലും പ്രദക്ഷിണം വെക്കുന്നിടത്ത് നല്ലപോലെ വഴുക്കലുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ വഴുക്കലൊക്കെ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. അത് പരമാവധി ദിവസങ്ങളിൽ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുക. അതിനായിട്ടൊരു സമയം കണ്ടെത്തുന്നതും നന്നായിരിക്കും. 11ാമത്തെ കാര്യം, കർക്കിടകത്തിലെ ഏറ്റവും പുണ്യമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ദാനം നൽകുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല കാര്യമാണ് ദാനധർമാദികൾ നടത്തുന്നത്. ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ദാനധർമാദികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ എന്താണ് ചെയ്യുക? ഒന്നുകിൽ ഭക്ഷണം കൊടുക്കുക. അന്നം ദാനം നൽകുന്നത് ഏറ്റവും നല്ലതാണ്. അതാരാ? അന്നപൂർണേശ്വരിയാണ്. അന്നപൂർണേശ്വരി ആർക്ക് കൊടുക്കണം? ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ടിരിക്കുന്ന ആൾക്ക് കൊടുത്തിട്ട് കാര്യം കേട്ടോ. വിശന്ന് തളർന്നിരിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങൾ ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനോളം പുണ്യം മറ്റൊന്നില്ല. അതോടൊപ്പം തന്നെ വസ്ത്രം നമുക്ക് ദാനം നൽകുക. ആർക്ക് വസ്ത്രം കൊടുക്കണം? വസ്ത്രങ്ങളിൽ ഇല്ലാത്ത ആൾക്കാർക്ക്. വസ്ത്രമില്ല, കീറിപ്പറഞ്ഞ വസ്ത്രമാണ്, അല്ലെങ്കിൽ മുഷിഞ്ഞ വസ്ത്രമാണ്, അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഈ തെരുവീതികളിലെല്ലാം കാണാൻ പറ്റും. അവർക്കൊരു വസ്ത്രം നമ്മൾ കൊടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. അതോടൊപ്പം തന്നെ പുസ്തകം. ഈ അവസരത്തിൽ പുണ്യപുരാണം, ഇപ്പോൾ രാമായണം വായിക്കുന്ന ആൾക്കാരുണ്ടാവും. രാമായണം വായിക്കാൻ വേണ്ടി ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, പക്ഷെ അവർക്ക് വാങ്ങാനുള്ള സാമ്പത്തികമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിലവിൽ നല്ലൊരു പുതിയ രാമായണമുണ്ട്, പഴയ രാമായണം ഉണ്ടാവുമല്ലോ, അത് മറ്റൊരാൾക്ക് കൊടുക്കൂ, അവരും വായിക്കട്ടെ. അപ്പോൾ വസ്ത്രം കൊടുക്കുക, അതുപോലെ അന്നം കൊടുക്കുക, അതുപോലെ തന്നെ ഗ്രന്ഥം കൊടുക്കുക. ഇത് വളരെ നല്ല കാര്യമാണ്. ഇനി ഇത് മാത്രമല്ല കേട്ടോ, പരമാവധി മറ്റെന്താണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത് അതൊക്കെ ദാനധർമാദികളിൽ കൊടുക്കുക. ഇത് കുറച്ചും കൂടി ഉത്തമമാണ് ഈ മാസം കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഇത് ചെയ്യുന്നത് നന്നായിരിക്കും എന്നർത്ഥം. പിന്നെയോ 12ാമത്തത്, നിർബന്ധമായിട്ടും കർക്കടക വാവ് ബലി നമ്മൾ ചെയ്യുക. കർക്കടക വാവ് ബലി ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും ചിന്തിക്കുക, അയ്യോ അച്ഛനും അമ്മയും ജീവിച്ചിരിക്കുമ്പോഴും ഞങ്ങളെന്തിനാ ചെയ്യുന്നത്? അങ്ങനെയല്ല. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ മക്കളടക്കം ചെയ്യണം. കാരണം എന്താ? പിതൃശാപം
പിതൃദോഷം എന്നിവ നമ്മൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൻപുറത്ത് പറയുന്നൊരു കാര്യം എന്താണെന്ന് അറിയാം. നാട്ടിൻപുറങ്ങളിലെല്ലാം പറയുന്നു പിതൃശാപം ഉണ്ടാകുന്നത് എങ്ങനെയെന്നത് അവർ രസകരമായൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ കർക്കിടകത്തിൽ എന്ന് വെച്ചാൽ ഈ ദക്ഷിണായന കാലമാണല്ലോ. ഈ ദക്ഷിണായന കാലത്താണല്ലോ പിതൃലോകത്ത് നിന്നും അവർ ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളൊരു സങ്കല്പം. അങ്ങനെ ദക്ഷിണായന കാലത്ത് പിതൃക്കൾ അവരുടെ ബന്ധുക്കളുടെ അരികിലേക്ക് വരുമെന്നും അപ്പോൾ ഉത്തരായന കാലം കഴിഞ്ഞ് ദക്ഷിണായനം തുടങ്ങിയതേ ഉള്ളൂ. കാരണം നല്ല ഉറക്കമായിട്ട് ഉത്തരായനം എന്ന് പറഞ്ഞാൽ പിതൃക്കളുടെ രാത്രിയാണ്. ആ രാത്രിയിൽ നിന്നും അവർ പ്രഭാതത്തിൽ ഉണർന്ന് പ്രഭാതത്തിൽ നിവേദ്യം അല്ലെങ്കിൽ ഭക്ഷണം സേവിക്കാനായിട്ട് ബന്ധുക്കളുടെ അടുത്ത് പോയാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് നമ്മളിതൊന്നും കൊടുത്തില്ല എന്നിരിക്കട്ടെ, പ്രതീക്ഷയോട് കൂടിയല്ലേ നമ്മുടെ അരികിലേക്ക് വരുന്നത്. നമ്മുടെ പിതൃക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ അച്ഛനോ അമ്മയോ എന്ന് മാത്രമല്ല, നമ്മളായിട്ട് ബന്ധപ്പെട്ട എല്ലാ പുണ്യ ആത്മാക്കളും അത് തന്നെയാണ്. നമ്മുടെ അച്ഛനും അച്ഛൻ്റെ അച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ, അവരുടെ അച്ഛൻ, അതുപോലെ അച്ഛൻ്റെ അമ്മ, അവരുടെ അമ്മ, അങ്ങനെ അച്ഛനും അമ്മയായിട്ട് 7 തലമുറയിൽപ്പെട്ട എല്ലാവർക്കും അത് അച്ഛൻ്റെ മാത്രമല്ല അമ്മയുടെ അച്ഛൻ്റെയും അമ്മയുടെ അമ്മയുടെയും, അവരുടെ അച്ഛൻ്റെയും അവരുടെ അമ്മയും, അതും അങ്ങനെ വരും. ഇനി ഇതേപോലെ തന്നെ ഭാര്യയുടേതും ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും അമ്മയ്ക്കും ഇതും ഇതേപോലെ വരും. അങ്ങനെ നമ്മുടെ കുടുംബത്തിൽ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആത്മാക്കൾക്കും പിതൃക്കൾക്കും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അവർ നമ്മളുടെ അടുത്ത് വിശ്വാസത്തോടെ വരും, ഒരു എന്തെങ്കിലും എൻ്റെ വക കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ. അപ്പോഴാണ് പറയുന്നത് അത് ഏട്ടൻ ചെയ്യുന്നുണ്ട്. ഏട്ടൻ്റെ അടുത്ത് മാത്രമല്ല നമ്മുടെ അടുത്തും വരും. എല്ലാ സ്ഥലത്തും നമ്മുടെ പിതൃക്കളുടെ സാന്നിധ്യം ഉണ്ടാകുന്ന പറയുന്നത്. രാമായണം വായിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമി വന്നിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ? അത് അപ്പുറത്തെ വീട്ടിലാണ് പോയിട്ട് അത് ഇവിടെ വരില്ല എന്ന് നമ്മൾ പറയാറുണ്ടോ? അല്ലെങ്കിൽ ഏട്ടൻ രാമായണം വായിക്കുന്നുണ്ട് അവിടെ ആർക്കും ഹനുമാൻ വന്നിട്ടുണ്ടാവുക, ഇവിടെ വരില്ല എന്ന് പറയാറില്ലല്ലോ. അതുപോലെ പിതൃക്കൾ നമ്മുടെ അരികിലേക്ക് വരും എന്നുള്ളതാണ് നാട്ടിൻ പുറത്ത് പറയുന്നത്. അപ്പോൾ അവർ പ്രതീക്ഷയോട് കൂടി വരുമ്പോൾ നമ്മൾ ഒന്നുമില്ലാത്ത അവസരത്തിലിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് ഒരു മുഷിച്ചിലുണ്ടാകും. അതാണ് ഈ പറയുന്ന പിതൃദോഷം പിതൃശാപം എന്നൊക്കെ പറയുന്നതെന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. എന്തായാലും ഈ കർമ്മം ചെയ്യുന്നത് പുണ്യമാണ് എന്ന് നമ്മൾ വിചാരിക്കുക. നമ്മുടെ മക്കളെ അടക്കവിരുത്തിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നിന്ന് തന്നെ ആ കർക്കിടക ബാഹുബലി ചെയ്യാം. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ 2 ദിവസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ പരസഹായമില്ലാതെ നമ്മുടെ ഭവനത്തിൽ വെച്ചിട്ട് നമ്മൾക്ക് തന്നെ ഈ ബലികർമ്മം ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെയെങ്കിലും നിങ്ങൾ ഇത്തവണ ഈ കർക്കിടക വാവ് ബലികർമ്മം ചെയ്യണം. ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അടിയിലൊരു കമൻറ്റ് ചെയ്യണേ, ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് ഒന്ന് പറയുക. അതുപോലെ തന്നെയാണ് 13ാമത്തെ കാര്യം, അതും വളരെ പ്രാധാന്യമുള്ളതാണ്. ഈ കർക്കിടകത്തിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ വീട്ടിൽ ഗണപതി ഹോമവും പറ്റുമെങ്കിൽ ഭഗവതി സേവയും ചെയ്യുന്നത് ഉത്തമമാണ്. ഗണപതി ഹോമം നമുക്ക് പറ്റുമെങ്കിൽ നമ്മൾ തന്നെ സ്വയം പഠിച്ച് വീടുകളിൽ മാസാമാസം ചെയ്യുന്നത് ഉത്തമമാണ്. അതിനെക്കുറിച്ച് വിശദമായിട്ടൊരു വീഡിയോ എങ്ങനെയാണ് ഗണപതി ഹോമം നമുക്ക് വീട്ടിൽ ചെയ്യാൻ പോകുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും ഗണപതി ഹോമം നമുക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ചെയ്യാം. ഇതിനല്ല എങ്കിൽ ഏതെങ്കിലും ഒരാളെ കൊണ്ടുവന്നിട്ടായാലും വേണ്ടില്ല, നമ്മുടെ വീട്ടിൽ ഒരു ഗണപതി ഹോമം വീടിൻ്റെ അകത്ത് ചെയ്യുന്നത് നല്ലതാണ്. എന്തിനാണ് ഗണപതി ഹോമം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഈ കർക്കിടകത്തിൽ നമ്മുടെ വീട്ടിൽ അറിയാലോ ഈർപ്പമുള്ള അന്തരീക്ഷമാണ്, രോഗാണുക്കൾ പെട്ടെന്ന് പടരുന്ന ഒരു അന്തരീക്ഷമാണ്. ആ അവസരത്തിൽ വീടിൻ്റെ ഉള്ളിൽ ഗണപതി ഹോമം ചെയ്യുമ്പോൾ ആ ഗണപതി ഹോമ കുണ്ടത്തിൽ അർച്ചന ചെയ്യുന്ന പല ദിവ്യമായ വസ്തുക്കളും അത് കത്തി അമരുമ്പോൾ അവിടെ നിറയെ പുകയുണ്ടാവും. ഈ പുക നമ്മുടെ എല്ലാ മുറിക്കുള്ളിലും നമ്മളുടെ ഉള്ളിലെത്തും. നമുക്കറിയാം, നമ്മൾ കൊതുകിനെ അകറ്റാൻ പോലും നമ്മൾ പുകയിടുന്ന ആൾക്കാരാണ്. അപ്പോൾ നല്ല പുകയാണ്, നല്ല ഔഷധ ഗുണമുള്ള ശ്രേഷ്ഠമായിട്ടുള്ള അണുനാശിനിയായിട്ടുള്ള ആ ഹോമകുണ്ടത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പുക നമ്മുടെ വീടിൻ്റെ അന്തരീക്ഷത്തെ മുഴുവൻ തന്നെ ശുദ്ധമാക്കും, എല്ലാ അണുക്കളെയും നശിപ്പിക്കും, എല്ലാ മാലിന്യത്തെയും ഇല്ലാതാക്കും. അതുകൊണ്ടാണ് ഈ കർക്കിടകത്തിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്യുമ്പോൾ വീടിൽ അത്രയേറെ ഗുണമുണ്ടാകും എന്നർത്ഥം. അതുപോലെ തന്നെയാണ് ഭഗവതിക്ക് വേണ്ടുന്ന സേവയും. ഭഗവതി സേവ എന്ന് വെച്ചാൽ ദുർഗാദേവിയെ കുടിയിരുത്തിക്കൊണ്ടുള്ള ഒരു പൂജ. ഇതും നമ്മുടെ കുടുംബത്തിലുള്ള രോഗാണുക്കളെയും ശത്രുക്കളെയും ഇല്ലാതാക്കാൻ വേണ്ടി ഉപകരിക്കുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഇതും നമ്മൾ ചെയ്യുന്നത് ഉത്തമമാണ് എന്ന് മനസ്സിലാക്കുക. ഇനി 14ാമത്തത് ഏറ്റവും അവസാനത്തതാണ്. അതെന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം എടുക്കണം. എന്ന് വെച്ചാൽ പട്ടിണി കിടക്കുക ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും. പലർക്കും പട്ടിണി ആയിരിക്കും, എന്നാലും എന്തിനാണത്? നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, തടി അനങ്ങുന്നില്ല. പല ഭക്ഷണം കഴിക്കുന്നുണ്ടാവും, മത്സ്യമാംസാദികൾ മാത്രമല്ല പലതരത്തിലൊക്കെ. ചിലപ്പോൾ കപ്പ കഴിക്കുന്നുണ്ടാവും, ചക്ക കഴിക്കുന്നുണ്ടാവും, അങ്ങനെ എന്തെല്ലോ ഭക്ഷണം കഴിക്കുന്നുണ്ടാവും. ഈ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനപ്രക്രിയ, തടി അനങ്ങാത്തതുകൊണ്ട് ദഹനപ്രക്രിയ മന്ദഗതിയിലായിരിക്കും. അപ്പോൾ ഇതിവിടെ കെട്ടിക്കിടന്ന് അജീർണം ഉണ്ടാകാനും ഉദരസംബന്ധമായ പ്രശ്നം ഉണ്ടാകാനും ഇടവരും.
അപ്പോൾ ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ഉപവാസം എടുക്കുമ്പോഴാണ് ഈ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളെയും പൂർണ്ണമായും ദഹിപ്പിക്കുവാൻ, ആ ദഹന പ്രക്രിയയിലൂടെ പൂർണ്ണമായും ദഹിപ്പിച്ച് ദഹനരസം കൃത്യമായി നടത്താൻ അത് ഉപകരിക്കും. അത് നമ്മുടെ ശരീരത്തിന് അന്നത്തെ ദിവസം ക്ഷീണമുണ്ടെങ്കിലും പക്ഷേ പിറ്റേ ദിവസം മുതൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും. കാരണം എന്താ, നമ്മുടെ വയറ്റിനുള്ളിൽ ഒരു സാധനം കെട്ടിക്കിടക്കുന്നില്ല, അത് പൂർണ്ണമായും ശുദ്ധമായി, അത് പൂർണ്ണമായും വെളിയിലേക്ക് പോവുകയും ചെയ്തു. പിന്നെ വീണ്ടും നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഉപവാസം നടത്തുന്നതും നമ്മുടെ മാനസികവും ശാരീരികവുമായ പ്രക്രിയയ്ക്ക് വളരെ ഉപകരിക്കുമെന്നുള്ളത് കൊണ്ട് ആ ഒരു കർമ്മം കൂടി നമ്മൾ ചെയ്യുക. ഇവിടെ ഞാൻ 14 കാര്യങ്ങൾ പറഞ്ഞു. ഈ 14 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുക. എല്ലാം ചെയ്യാൻ പറ്റുമെങ്കിൽ ഉത്തമം, ഇല്ലെങ്കിൽ ഒരു 3, 4, 5, 10 എങ്കിലും ചെയ്താൽ ഈ കർക്കിടകം നമുക്ക് ധന്യമാക്കാം. അതിനായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് തൃപ്തികരമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം, പരമാവധി ആൾക്കാരിലേക്ക് അയച്ചെടുക്കണം. എല്ലാ ബന്ധുജനങ്ങൾക്കും, എല്ലാ സുഹൃത്തുക്കൾക്കും, എല്ലാ നാട്ടുകാർക്കും, എല്ലാ നമ്മളുമായി പരിചയമുള്ള എല്ലാവർക്കും അയച്ചു കൊടുത്ത് അവരോട് പറയുക, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ശ്രേഷ്ഠമായ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ നമ്മൾ മുറുക്കെ പിടിക്കുക. പലരും അത് പുച്ഛിക്കും, പക്ഷെ നമ്മൾ യുക്തിപൂർവ്വം ചിന്തിക്കുക, ഇതിലെന്തെങ്കിലും കടമ്പുണ്ടോന്ന്. ഉണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ ഞാൻ പറയുന്ന മുഴുവൻ നിങ്ങൾ അങ്ങോട്ട് തള്ളിക്കളയണം. ഒരിക്കലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്ത ഒരു കാര്യവും സ്വീകരിക്കരുത്. അതാണ് പലരും ചെയ്യുന്നത്. കാരണം അത് അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ എന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇതിങ്ങനെ ചെയ്യേണ്ടത്, എന്തിന് കടം വാങ്ങിച്ചിട്ടും ദുരിതം ഉണ്ടാക്കി വെക്കരുത്. നിങ്ങൾക്ക് 100% ബോധ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇത് പലർക്കും അയച്ചു കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അത് താഴെ രേഖപ്പെടുത്തുക. ഏതായാലും മറ്റൊരു വീഡിയോയുമായി ഞാൻ മറ്റൊരു അവസരത്തിൽ വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.